ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റും 4 മണി പലഹാരവും ആണ്. വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല നാടൻ ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ റവയാണെങ്കിലും കുഴപ്പമില്ല. ഇനി അതേ അളവിൽ തന്നെ അതേ കപ്പിൽ തന്നെ പച്ചവെള്ളം കൂടി നമുക്ക് ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് 1.5 കപ്പ് പച്ചവെള്ളം ചേർത്തിട്ട് ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. റവ കട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. റവ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരൽപ്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിങ്ങയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ മധുരത്തിനായിട്ട് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഉരുക്കിയിട്ടാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒത്തിരി ലൂസായിട്ട് ഉരുക്കരുത്. കുറച്ച് കട്ടിയായിട്ട് ഉരുക്കിയിട്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ. ഇപ്പം ഞാൻ ശർക്കരയുടെ പൊടി ഒരു 5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ശർക്കരയും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. ഇനി ബാക്കിയുള്ള തേങ്ങയുടെ മിക്സിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കുതിർക്കാൻ വെച്ചിരുന്ന റവ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ചെറു ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. കയ്യിലൊരൽപ്പം വെള്ളം കൂടെ തേച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ കൈ പൊള്ളത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കൈയുടെ വെള്ളയിൽ വെച്ച് തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും മാറ്റി വെച്ചിരുന്നല്ലോ, അത് മിക്സാക്കിയത്, അതും കൂടി ഒന്ന് വെച്ചിട്ട് നമുക്കിത് വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് നമുക്കൊരു കോണിലേക്ക് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുത്തിട്ട് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഒട്ടും എണ്ണയൊന്നും ഇല്ലാത്ത ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി ആവിയിൽ നമുക്കൊരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. കാരണം റവയൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ. കുറച്ച് ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ നാടൻ പലഹാരം.
അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എണ്ണ ഒട്ടും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അവരാവശ്യപ്പെടുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.